നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഡാഡി? ഏയ് ഒന്നുമില്ല. ഇന്ന് പകല് പുറത്തു പോയി വന്നതിന് ശേഷം അപ്പച്ചിക്ക് വല്ലാത്തൊരു മാറ്റം, ഒരു അധികാരഭാവം. എന്താ ഡാഡി കാര്യം? എനിക്കറിയില്ല. ഡാഡി എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. എന്താ ഡാഡി പറയ്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് പോയേ. എന്താ വെച്ചാ കുറെ നേരമായല്ലോ ആലോചന. മയൂരിയുടെ വീട്ടിൽ നിന്ന് ഇത്തിരി മുമ്പേയും കോൾ വന്നു. എന്നിട്ട് അച്ഛൻ എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ല. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അച്ഛാ? ഇതിനൊരു തീരുമാനം ഉണ്ടാവണ്ടേ? തീരുമാനം കുഞ്ഞളിയനും കൃത്യമായി പറഞ്ഞല്ലോ. എന്തായാലും മയൂരിയും കുഞ്ഞളിയും തമ്മിലുള്ള കല്യാണം നടക്കത്തില്ല. അളിയന് താല്പര്യമില്ല. പിന്നെ എന്തിനാ അച്ഛാ അളിയനെ ഉന്തിത്തള്ളി കുരിശുമല കയറ്റുന്നത്? എന്ന് വെച്ചേ അവര് എന്ത് തീരുമാനത്തിന് നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് നിന്ന് കൊടുക്കണോ? ചേട്ടച്ചൻ കണ്ണും പൂട്ടി സിദ്ധുവേട്ടനെ ന്യായീകരിക്കുക. മോളെ, ഒരു മനുഷ്യജീവിക്ക് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ മനുഷ്യനായി ജനിച്ചിട്ട് എന്താ കാര്യം? പകരം നായായിട്ട് ജനിച്ച് കഴുത്തിൽ തുടലിട്ട് കൂട്ടിൽ കിടന്നാ പോരായിരുന്നോ? രംഗ, എന്നാലും നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് അത് മാറ്റണം. നിങ്ങൾക്കത് പറയാം. നിങ്ങൾക്ക് വാക്കിന് വിലയില്ലല്ലോ. ആ, ഞാൻ വാക്കിന് വിലയില്ലാത്തവനും കാശിന് കൊള്ളാത്തവനും ഒക്കെയാ, സമ്മതിച്ചു. പക്ഷേ ഇപ്പോ ഞാൻ സംസാരിക്കുന്നത് ഈ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ തന്നെ അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു പെൺവീട്ടുകാർ പയ്യന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കൂ. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അത് അളിയന് വേണ്ടിയാണോ? അല്ല, അളിയന്റെ സ്വത്തിന് വേണ്ടി. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫാമിലിയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അയൽക്കാർക്ക് ആർക്കും ഒരു മതിപ്പുമില്ല. ഗൾഫിലെന്തോ വലിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് മുങ്ങിയതെന്നാ പറയുന്നേ. വീണ്ടും തിരിച്ചു ചെന്നാൽ അറബി പോലീസ് പൊക്കും. ഏത് നിമിഷവും ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങിയേക്കാം. എന്തിനാ വെച്ചാ ഇങ്ങനെ ഒരു അഴിമുഖത്തേക്ക് കുഞ്ഞളിയനെ എറിഞ്ഞു കൊടുക്കുന്നത്? നാളെ സിന്ദഗി മോളുടെ ഭാവിയും ഈ ബന്ധം ബാധിക്കും. സിദ്ധുവിനെ വിളിക്കേ. സിദ്ധു, കുഞ്ഞളിയോ, സിദ്ധു, കുഞ്ഞളിയോ. മയൂരിയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം? കാരണം കുറച്ചു കഴിയുമ്പോൾ അവർ വിളിക്കും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. മയൂരിയുമായി ഒരു ജീവിതം വേണ്ടെന്ന തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അത് മാത്രമല്ല, ആ തീരുമാനം കൂടുതൽ ഉറക്കുകയും ചെയ്തു. അന്ന് മയൂരി എന്നെ വഴിയിൽ തടഞ്ഞു. ഇന്നൊരു കാര്യമില്ലാതെ ദേവികയെ വഴിയിൽ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചു. പരസ്യമായി തല്ലും വാങ്ങി. ഇങ്ങനെ ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പറ്റുമോ? അതും ഒരു ജീവിതകാലം മുഴുവൻ. ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സൗന്ദര്യവും സമ്പത്തും ഒന്നുമല്ല, സ്വഭാവ മഹിമയും സംസ്കാരവുമാണ്. ഇത് രണ്ടും മയൂരിക്കില്ല. അതുകൊണ്ട് തന്നെ
എന്റെ ഭാര്യ ആവാനോ അച്ഛന്റെ മരുമകളാവാനുള്ള യോഗ്യത ആ മയൂരിക്കില്ല. എന്താ മോളെ, നിനക്കെന്തോ ടെൻഷൻ ഉള്ള പോലെ? പകലത്തെ സംഭവം ഓർത്താണോ? അതൊന്നുമല്ല. പിന്നെ അമ്മ അല്പം മുമ്പ് സിദ്ധാർത്ഥന്റെ അച്ഛനെ വിളിച്ചില്ലേ? എന്നിട്ട് എന്തു പറഞ്ഞു? തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്തോ തിരക്കിലാണെന്ന്. എന്ത് തിരക്ക്? ഇതൊന്നുമല്ല. ഒരു ഒഴിഞ്ഞു മാറ്റത്തിന്റെ ലക്ഷണമായിട്ടാ എനിക്ക് തോന്നുന്നത്. അതൊന്നും ആയിരിക്കില്ല. അയാൾ പറഞ്ഞ വാക്കിനെ വില കൽപ്പിക്കുന്ന ആളെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അച്ഛന്റെ തോന്നലല്ലേ? ഒരു സോറി മുൻപിൽ ചേർത്താ ഏത് വാക്ക് മാറ്റി പറയാവുന്നതേ ഉള്ളൂ. നമ്മൾ അവരോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും അഭിനയല്ലേ? അതുപോലെ അവരും ചെയ്യുന്നതാണെങ്കിലോ? നീ വെറുതെ ചിന്തിച്ച് കാട് കയറൊന്നും വേണ്ട. അങ്ങനല്ല അമ്മേ. അവരുടെ പെരുമാറ്റത്തില്, അത് ഫോണിലൂടെ ആണെങ്കിൽ പോലും ഒരകൽച്ച ഫീൽ ചെയ്യുന്നില്ലേ? അതൊരു പിന്മാറ്റത്തിന്റെ സൂചനയാണെന്നാ എന്റെ തോന്നൽ. അങ്ങനെയാണെങ്കിലേ അയാള് വിവരം അറിയും. കാര്യം അയാള് പഴയ പട്ടാളക്കാരനൊക്കെ ആയിരിക്കും. പക്ഷേ തോക്ക് കയ്യിലിരിക്കത്തേ ഉള്ളൂ. നമ്മളടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് പിന്മാറിയാലേ, അറബിയെ വെള്ളം കുടിപ്പിച്ച് ഒട്ടകത്തിന്റെ കാല് മുടിച്ച് മരുഭൂമിയിൽ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കാങ്കി ആ പട്ടാളക്കാരനും അയാളുടെ മോനും ഒന്നും ഈ മോഹിനിക്ക് ഒന്നും അല്ല. അതെ അതെ, ഞാൻ പോയി അവരുടെ വീട്ടുമുറ്റത്തെ പന്തല് കെട്ടി സത്യാഗ്രഹം ഇരിക്കും. അതുകൊണ്ട് നാട്ടുകാരറിഞ്ഞ് നാണം കെടാന്നല്ലാതെ നമുക്കെന്താ മെച്ചം? ചോദിക്കുന്ന തുക നഷ്ടപരിഹാരം തരേണ്ടി വരും. ഈ നാട്ടിൽ കോടതിയും നിയമവും പത്രങ്ങളും ചാനലുകളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ അയാൾ പേടിച്ച് നമ്മളെ വഴിക്ക് വരും നമുക്ക് തോന്നുന്നുണ്ടോ? അഭിമാനത്തിനെ ഭയങ്കര വില കൊടുക്കുന്ന ആളല്ലേ. കുടുംബത്തിന്റെ മാന അന്തിച്ചർച്ചയാക്കാനൊന്നും അയാൾ നിൽക്കില്ല. ഒന്നുകിൽ ആ ഓട്ടച്ചങ്കനെ കൊണ്ട് നിന്നെ കെട്ടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അയാൾ അംഗീകരിക്കും. അതെ അതെ, കുറച്ചു കഴിഞ്ഞേ ഞാൻ ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. വഴക്കിനും വക്കാണത്തിനും ഒന്നും അല്ല. ആ അനിയത്തി കൊച്ചിലെ സിന്തകി, അവളുടെയും നിന്റെ ആങ്ങളുടെയും കല്യാണ കാര്യം ഒന്നുകൂടി സംസാരിച്ച് ഉറപ്പിക്കണം. അതെ അതെ. എന്തായാലും വച്ച് താമസിപ്പിക്കണ്ട. അമ്മ വിളിച്ചു നോക്ക്. ചിലപ്പോ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങള്. കല്യാണം പെട്ടെന്ന് നടത്താൻ തന്നെ ആയിരിക്കും അയാൾ പറയാൻ പോകുന്നത്. അതെ അതെ. അച്ഛനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഈ നടപ്പും ഭാവം കണ്ടാ തോന്നും ഏതോ വാർ ഡിക്ലെയർ ചെയ്യാൻ പോവാണെന്ന്. അവരിപ്പോ വിളിക്കും. എന്തു മറുപടി പറയണമെന്ന് ആലോചിക്കുന്നത്. അവര് വിളിക്കട്ടച്ചാ. വിളിക്കുമ്പോ കാര്യമങ്ങ് കൃത്യമായി പറഞ്ഞേക്കണം. അല്ലാതെ അവരെ ഭയക്കുന്നത് എന്തിനാ? എന്നാലും രംഗ, അത് അച്ഛൻ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാ മതി. നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞ അച്ഛന്റെ ടെൻഷൻ കൂട്ടാതെ. അച്ഛനെന്തിനാ ടെൻഷൻ? നമുക്ക് ഈ അലയൻസിന് താല്പര്യമില്ലാന്ന് അവരെ അറിയിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. എന്നാലും അത് പറയാൻ ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല ഏട്ടാ? അതൊക്കെ അച്ഛൻ വേണ്ടതുപോലെ പറഞ്ഞോളൂ. സില്ലുമോള് അതോർത്ത് വിഷമിക്കണ്ട. അല്ല രംഗ, ആ പെങ്കൊച്ചിന് വിഷമമാകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അച്ഛനൊരു പട്ടാളക്കാരനല്ലേ? എടുക്കേണ്ട ഡിസിഷൻ കൃത്യസമയത്ത് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അച്ഛൻ അറിയില്ലേ? അതുപോലെ തന്നെ ഇവിടെയും. ഇപ്പൊ അച്ഛൻ നെഞ്ചു പിരിച്ചു നിന്നുകൊണ്ട് ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്താൽ അച്ഛന്റെ മകൻ രക്ഷപ്പെടും, ഈ കുടുംബവും രക്ഷപ്പെടും.